ഈ മക്കളെ വളർത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നാം ഓരോ ദിവസവും കരുതലോടെ ആത്മാർത്ഥതയോടെ ചെയ്യേണ്ട, ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഇത് മൂന്നും അതിൽ വരുമ്പോഴാണ് ആത്മാർത്ഥതയും കരുതലും ഇഷ്ടപ്പെടലും, ഇത് മൂന്നും കൂടെ അതിൽ വരുമ്പോഴാണ് അതിന്റെ ഔട്ട്പുട്ട്, അതിന്റെ റിസൾട്ട് എന്തായിരുന്നോ നാം ആഗ്രഹിച്ചിരുന്നത് അത് അതുപോലെ യാഥാർത്ഥ്യമാവുള്ളൂ. പക്ഷെ ഇത്രയൊക്കെ ആത്മാർത്ഥത കാണിച്ചിട്ടും ഇഷ്ടം കാണിച്ചിട്ടും കരുതൽ കാണിച്ചിട്ടും നമുക്ക് വരുമാനം അതിന് ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അല്ലെ. എന്താ ഇതിന്റെ വരുമാനം? എന്താ പാരന്റിങ് എന്ന് പറയുന്ന, രക്ഷാകർതൃത്വം എന്ന് പറയുന്ന ആ ജോലിയുടെ വരുമാനം എന്താണ്? നല്ല മക്കള് അല്ലേ? നല്ല മക്കള്. നല്ലത് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം കൊണ്ടും നല്ലത്, എല്ലാം കൊണ്ടും നല്ല മക്കള് തന്നെയാണ് അതിന്റെ റിസൾട്ട്. അതിന്റെ അപ്പുറത്തേക്ക് എത്രയേറെ കോടികളുടെ സമ്പത്ത് നമുക്ക് എഴുതി തന്നാലും മതിയാവില്ല. അത് തന്നെയാണ് ആ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു പാരന്റിങ്ങിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു കഥ കേട്ടിട്ട് നമുക്ക് പോവാം. ഒരു കർഷകനുണ്ടായിരുന്നു. ആ കർഷകന് വിശാലമായ കൃഷിത്തോട്ടമൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്ന് രാവിലെ തന്റെ കൃഷിയൊക്കെ ഇങ്ങനെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കൃഷിയിടത്തിലൂടെ ഇങ്ങനെ നടന്നു പോകും. കൃഷിത്തോട്ടത്തിന്റെ ഒരു മൂലയില് അറ്റത്ത് വലിയൊരു വൃക്ഷമാണ്. ആ വൃക്ഷത്തില് ഒരു കിളിക്കൂടുണ്ട്. കിളിക്കൂട്ടിലാണെങ്കിൽ 3 മുട്ടകളുണ്ട്. അതൊരു പരുന്തിന്റെ കൂടാണ്. എന്നു രാവിലെ വൃക്ഷത്തിനരികിൽ എത്തുമ്പോൾ ഇങ്ങനെ നോക്കും, മുട്ടകളൊക്കെ വിരിഞ്ഞിട്ടുണ്ടോ, കുഞ്ഞുങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടോ എന്ന ആകാംക്ഷയോടെ ഈ കർഷകൻ ഇങ്ങനെ നോക്കുമായിരുന്നു. പതിവ് പോലെ ഒരു ദിവസം രാവിലെ നടക്കുകയാണ്. അങ്ങനെ തന്റെ വൃക്ഷത്തിനരികിലെത്തി ആകാംക്ഷയോടെ മുകളിലേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ച, അവിടെ കിളിക്കൂടില്ല, പരുന്തിന്റെ കൂട് അവിടെ കാണുന്നില്ല. നോക്കുമ്പോൾ താഴെ വീണ് കിടക്കുകയാണ്. തലേ ദിവസം പെയ്ത കാറ്റിലും മഴയിലും ആ ചില്ല കുലഞ്ഞ് കിളിക്കൂട് താഴെ എത്തിയിട്ടുണ്ട്. ഓടിച്ചത് നോക്കുകയാണ്. സ്വാഭാവികമായി മുട്ടകളെല്ലാം പൊട്ടിയിട്ടുണ്ടാവും എന്ന ഒരു ചിന്തയോടുകൂടി ഓടിച്ചെല്ലുകയാണ്. നോക്കുമ്പോൾ 3 മുട്ടകളിൽ 2 മുട്ടയും പൊട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു മുട്ട മാത്രം പൊട്ടാതെ അതിലുണ്ടായിരുന്നു. കർഷകന് സന്തോഷമായി. ഒരു മുട്ട പൊട്ടിയിട്ടില്ലല്ലോ. അങ്ങനെ ആ മുട്ടയും എടുത്തിട്ട് വീട്ടിലേക്ക് വരികയാണ്. വീട്ടില് കുറെ കോഴികള് മുട്ടയിട്ട് ആ മുട്ടയിൽ അടയിരിക്കുന്നുണ്ട്. ഈ മുട്ട അതിലൊരു കോഴി അമ്മയ്ക്ക് തന്റെ മുട്ടകളുടെ കൂടെ അടയിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. മുട്ടകളെല്ലാം വിരിഞ്ഞു, കുഞ്ഞുങ്ങളെല്ലാം പുറത്തു വന്നു. കൗതുകം നിറഞ്ഞ കാഴ്ചയായിരുന്നു. കുറെ കോഴിക്കുഞ്ഞുങ്ങളും നടുവിലൊരു നിങ്ങൾ എന്തൊന്നും ഇണ്ടാത്ത പരുന്തിന്റെ കുഞ്ഞില്ലേ? പരുന്തിന്റെ മുട്ടയാണ്. കുറെ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തില് ഒരു പരുന്തിന്റെ കുഞ്ഞും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. ഒരു ദിവസം കർഷകന്റെ കൂട്ടുകാരൻ വീട്ടിലേക്ക് വിരുന്നിന് വരിക. വിരുന്നൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് അവരിങ്ങനെ പുറത്തിറങ്ങിയ സമയത്ത് ഈ കൗതുകം നിറഞ്ഞ കാഴ്ച കൂട്ടുകാരന്റെ കണ്ണിലൂടെയാണ്. അയാൾ ചോദിച്ചു, ഭംഗിയുണ്ടല്ലോ, നല്ല കൗതുകം ഉണ്ടല്ലോ കാണാൻ. കുറെ കോഴിക്കുഞ്ഞുങ്ങളും നടുവിലൊരു പരുന്തിന്റെ കുഞ്ഞും. അങ്ങനെ കർഷകൻ കഴിഞ്ഞ കഥയെല്ലാം തന്റെ കൂട്ടുകാരന് വിവരിച്ചു കൊടുക്കുകയാണ്. പക്ഷെ കൂട്ടുകാരന് ഭയങ്കര സംശയം. എന്താണ്? മറ്റൊന്നുമല്ല, മണ്ണിനുള്ളിൽ തോന്നിയ സംശയം തന്നെയാണ്. കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ ഒറ്റപ്പെട്ട് കിടക്കുന്നത് പരുന്തിന്റെ കുഞ്ഞാണ്. ഈ പരുന്തിന്റെ കുഞ്ഞ് പറന്നിട്ടില്ലേ, പറന്നു പോയിട്ടില്ലേ ഇതുവരെ? ഇത്ര ദിവസമായിട്ടും എന്തുകൊണ്ടത് പറന്നു പോയിട്ടില്ല? കർഷകൻ പറഞ്ഞു, അതിന് പറക്കാൻ അറിയില്ലല്ലോ. സംഗതി പരുന്തിന്റെ കുഞ്ഞൊക്കെ തന്നെയാണ്, പക്ഷെ അതിന് പറക്കാൻ അറിയില്ല. അത് ഇതുവരെ പറക്കുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് പറക്കാതെ അതിനെ ഞങ്ങൾ ആരും സംരക്ഷിക്കാറൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ കൂട്ടുകാരന് ഭയങ്കര സംശയം വീണു. എങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഇത്രയേറെ മനോഹരമായ ചിറകുകളുള്ള പക്ഷിയാണ് പരുന്ത്. മാത്രമല്ല പരുന്തിന് ഒരുപാടേറെ പ്രത്യേകതകളുണ്ട്. മഴ പെയ്യുമ്പോൾ എല്ലാ പക്ഷികളും തന്റെ കൂടുകളിലും ചില്ലകളിലും ഒളിക്കുകയാണെന്നുണ്ടെങ്കിൽ പരുന്തിന്റെ പ്രത്യേകത നിങ്ങൾ എപ്പോഴും കണ്ടു കാണും. പരുന്ത് മഴയ്ക്കെതിരെ പറക്കും. മഴയിലൂടെ പറക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷിയാണ് പരുന്ത്. മാത്രമല്ല അതിന്റെ ലൈഫ് സൈക്കിൾ ഭയങ്കര ഭംഗിയാണ് കേൾക്കാൻ. അത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വന്ന ഉടനെ തന്നെ പരുന്തിൻ തള്ള ദൂരെ പോയി ഒരു പാമ്പിനെ, ജീവനുള്ള പാമ്പിനെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുകൊടുക്കും. ഈ പാമ്പിനെ മുഴുവനായി അവർ ഭക്ഷിച്ച് കഴിയുന്നതോടുകൂടി അവർ പറക്കാൻ പ്രാപ്തരാകുകയാണ്. അതോടുകൂടിയിട്ട് അമ്മ പക്ഷി ഈ ഓരോ പരുന്തിൻ കുഞ്ഞുങ്ങളെയും കൊത്തി താഴെ ഇടും. കൊത്തി താഴെ ഇടുമ്പോൾ ഏത് പക്ഷിയാണ്
പരുന്തിൻ കുഞ്ഞുങ്ങളെല്ലാം താഴെ വീണ് ചത്തു പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇത്ര ദിവസമായിട്ട് ഈ പരുന്തിന്റെ കുഞ്ഞ് പറന്നില്ല എന്ന് പറഞ്ഞപ്പോ കർഷകന്റെ കൂട്ടുകാരൻ സംശയം ഇങ്ങനെ അധികരിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ട് പരുന്തിന്റെ കുഞ്ഞിനെയും കയ്യിലെടുത്ത് ഒരു വലിയ മലയുടെ മുകളിലേക്ക് പോവാണ്. മലയുടെ മുകളിലെത്തി ഉയരങ്ങളിൽ നിന്നും പരുന്തിന്റെ കുഞ്ഞിനെ താഴേക്ക് എറിയാണ്. കാരണം അത് പറക്കുമോ എന്നറിയണം. കോഴിക്കുഞ്ഞുങ്ങളെ പോലെ പറക്കാൻ അറിയില്ലേ, അതോ പറക്കുമോ എന്നറിയണം. അങ്ങനെ കർഷകർ ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ്. തന്റെ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ ഇത്രയും നാള് ഞാനിങ്ങനെ കാത്തു സൂക്ഷിച്ച് വളർത്തിയ പരുന്തിന്റെ കുഞ്ഞാണ് താഴെ വീണുള്ളത് ചത്തു പോകുന്ന കാഴ്ച കാണണം. കണ്ണടച്ചിരിക്കുകയാണ് കൂട്ടുകാരൻ. പരുന്തിന്റെ കുഞ്ഞിനെ ദൂരേക്ക് എറിയാണ്. പെട്ടെന്ന് കണ്ണിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? അന്നേ ദിവസം വരെ കാണാത്ത ആ പരുന്തിന്റെ കുഞ്ഞ് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വച്ചിരുന്ന വിശാലമായ ചിറകുകൾ, അതിമനോഹരമായ ചിറകുകൾ വീശി ആകാശമുട്ടേ ഇങ്ങനെ പറന്ന് അകലുകയാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നെ പോലെയുള്ള രക്ഷിതാക്കളെ, ഈ കഥയിൽ നമുക്കൊക്കെ ഒരു പാഠമുണ്ട് അല്ലേ? എന്തുകൊണ്ട് പാരന്റിങ് ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന വലിയൊരു പാഠം. ഇവിടെ മനോഹരമായി പറക്കാൻ അറിയുമായിരുന്ന ആ പരുന്തിന്റെ മാതൃക ആരായിരുന്നു? ആ പരുന്ത് കാണുന്നത് ആരെയായിരുന്നു? കൊത്തി തിന്നുകയും ചിക്കിച്ചികയും മാത്രം ചെയ്യുന്ന തന്റെ കോഴിയമ്മയാണ്. അമ്മയോടൊപ്പം കൊത്തി തിന്നുകയും ചിക്കിച്ചികയും മാത്രം ചെയ്യുന്ന തന്റെ കോഴി കുഞ്ഞുങ്ങളെയാണ്, തന്റെ കൂട്ടുകാരെയാണ്. സ്വാഭാവികമായും താനും അതുപോലെ കൊത്തി തിന്നാൻ ചിക്കിച്ചികയാനും ഇങ്ങനെ പഠിച്ചു. പക്ഷേ തന്റെ ഉള്ളിൽ ഇത്രയേറെ മനോഹരമായ ചിറകുകളുണ്ട്, ആകാശത്തെ പറക്കാൻ സാധിക്കുന്ന അത്രയേറെ ദൃഢതയേറിയ ചിറകുകൾ എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ പോലും പരുന്തിന്റെ മുന്നിൽ സാധിച്ചില്ല. ഒടുവിൽ അവസരം എത്തേണ്ടി വന്നു. ഒടുവിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് പരുന്ത് അവിടെ പറയുന്നത്. ഇത്ര മാത്രമാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കാനുള്ളത്. എൻ്റെ കുഞ്ഞുങ്ങള്, ഞാൻ വളർത്തി വലുതാക്കുന്ന എൻ്റെ മക്കള് എന്തെല്ലാമായി തീരണമോ, എങ്ങനെയെല്ലാം അവരായി തീരണമോ, എന്തെല്ലാം അവർ ജീവിതത്തിൽ കരസ്ഥമാക്കണമോ, അത് ഞാൻ എന്താണോ, ഞാൻ എങ്ങനെയാണോ, ഞാൻ എന്താണോ കേൾക്കുന്നത്, ഞാൻ എന്താണോ അനുഭവിക്കുന്നത്, ഞാൻ എങ്ങനെയാണോ അവരെ അനുഭവിപ്പിക്കുന്നത്, അതുപോലെ തന്നെയാണ് അവരായി തീരുക എന്ന് ശാസ്ത്രം നമുക്ക് മുമ്പിൽ ഇങ്ങനെ കാണിച്ചു